നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഈശ്വരകൃപയാൽ എനിക്കിവിടെ സുഖമാണ് കേട്ടോ. നമുക്ക് ഈ ആഴ്ചയിലെ വീക്ക്ലി ഹൈലൈറ്റ്സ് കണ്ടാലോ? എൻ്റെ സ്ഥിരം ജോലികളെല്ലാം ഞാൻ വീഡിയോസിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ഇപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഒരാഴ്ച ജോലി ചെയ്യുന്നതെന്ന്. ഈ ആഴ്ചയും ഞാൻ പതിവൊന്നും തെറ്റിച്ചില്ല കേട്ടോ. കാറ് വൃത്തിയായിട്ട് കഴുകി. ഈ പൂച്ചുറാണിക്കുണ്ടല്ലോ, പഴയതിനേക്കാളും ഇപ്പം എന്നോട് സ്നേഹം കൂടുതലുണ്ട്. കുറേ ദിവസം കാണാതെ പോയല്ലോ. ഇപ്പം എൻ്റെ ചുറ്റിപ്പറ്റി നടക്കും. ഈ ആഴ്ചയിലും പില്ലോ കവറും ബെഡ് സ്പ്രെഡും മാറി. പിന്നെ ഞാൻ ഇന്ന് എന്താണ് കുക്ക് ചെയ്തതെന്ന് ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പം ഞാൻ സൗഭാഗ്യയെ വിളിച്ചു പറഞ്ഞു, സൗഭാഗ്യ ഫുഡ് അവിടെ കിട്ടിയിട്ട് കഴിക്കാൻ നേരം അതൊന്ന് വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരണേന്ന്. അപ്പം സൗഭാഗ്യ ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ എന്താണ് കുക്ക് ചെയ്ത് അയച്ചതെന്ന് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. വലിയൊരു സംഭവമൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള ഫുഡാണ് ഞാൻ അയച്ചിരിക്കുന്നത്. ഒരു വെത്തക്കുഴമ്പ്, കോളിഫ്ലവർ മെഴുക്ക് പുരട്ടി, പിന്നെ ചോറും. ഇത്രയേ അയച്ചിട്ടുള്ളൂ. ഇതിൽ മഹത്തരമായിട്ടൊന്നുമില്ല. പക്ഷേ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം നമ്മുടെ കുട്ടികൾ കഴിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം, സമാധാനം, സൗഭാഗ്യയ്ക്ക് വാക്കി രുചിയായിട്ടും കൂടെ കഴിക്കാം. അതുകൊണ്ടാണ് കുക്ക് ചെയ്ത് അയക്കുന്നത്. ഇന്നത്തെ വെത്തക്കുഴമ്പിൽ ഞാൻ മുരിങ്ങയ്ക്ക, വെളുത്തുള്ളി, പപ്പടം ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചുണ്ടയ്ക്ക, വറുത്തക്കാളി ഇതൊക്കെ വറുത്തിട്ട നല്ല ടേസ്റ്റാണ്. ഈ വെത്തക്കുഴമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല എരിവ് പുളിയാണ് ഇതിന്. ഇത് ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് ദിവസം നമുക്ക് കേടാവാതെ ഉപയോഗിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെക്കണം, പക്ഷേ അതിൻ്റെ രുചി കൂടുകയുള്ളൂ. ഒരു ഹെൽത്തി ഫുഡൊന്നും അല്ല, പക്ഷേ ടേസ്റ്റി ഫുഡാണ്. നല്ലെണ്ണയിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. സൗഭാഗ്യ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുമ്പോൾ എൻ്റെ മനസ്സ് നിറയും. എനിക്ക് ഒത്തിരി 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 സന്തോഷമാവും. ഇത് റോസ്മേരി. ഈ റോസ്മേരി നല്ലപോലെ കഴുകിയ ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉലുവയും കൂടെ ഇട്ട് തലേ ദിവസം തന്നെ അതിനെ ഊറാൻ വെക്കണം. അടുത്ത ദിവസം ഇത് നല്ലപോലെ തിളപ്പിച്ചിട്ട് ആ വെള്ളം നല്ല സ്ട്രെയിൻ ചെയ്തെടുത്ത് ഒരു സ്പ്രേ ബോട്ടിലാക്കി നമ്മൾ രാവിലെ കുളിച്ചിട്ട് നമ്മുടെ സ്കാപ്പിൽ സ്പ്രേ ആണെങ്കിൽ ഒരുപാട് മുടി വളരും. എനിക്ക് അനുഭവമാണ്. ഇന്ന് കുക്കിംഗ് ഇല്ല. അനിക്കുട്ടി എനിക്ക് പൊതിച്ചോറ് അയച്ചു. ഞാൻ പൊതിച്ചോറ് കഴിക്കുന്നത് ഭയങ്കര വൈറലായ ഒരു വീഡിയോ ആയിരുന്നു. അന്നും അനിക്കുട്ടി തന്നെയാണ് അയച്ചത്, ഇന്നും അനിക്കുട്ടി തന്നെയാണ് അയച്ചത്. എന്തൊക്കെ അയച്ചു നോക്കാം. ഓ, കണ്ട കൊതി വരും. എന്തൊക്കെയാണെന്നറിയോ? ചോറ്, കൂർക്ക മെഴുക്ക് വരട്ടി, ചീരത്തോരൻ, ചമ്മന്തി, പിന്നെ കത്രിക്ക മെഴുക്ക് വരട്ടി, ഇത്തിരി അച്ചാറും വെച്ചിട്ടുണ്ട്. അനിക്കുട്ടിയുടെ കുക്കിംഗ് ആണ് കേട്ടോ. അസല് ടേസ്റ്റാ. എനിക്ക് നല്ല വിശപ്പായിരുന്നു. ഞാൻ സുഖമായിട്ട് കഴിച്ചു. ആ കത്തിരിക്ക മെഴുക്ക് വരട്ടി കണ്ട ഫിഷ് ഫ്രൈ ചെയ്തപോലെ ഇല്ലേ? ആക്ച്വലി അത് കത്തിരിക്ക മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. ഒരു ശകലം പോലും മിച്ചമില്ലാതെ മുഴുവനും ഞാൻ കഴിച്ചു. വൈകിട്ടായപ്പോൾ അഭിരാം വന്നു. അഭിരാം ഒരു ഡാൻസറും സിംഗറും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു വിഷു സ്പെഷ്യൽ ഒരു ഡാൻസ് റെക്കോർഡ് ചെയ്തു.
யாரோ இவர் யாரோ என பேரோ கமலசதி முக கமல கமலகித கமல பிரியா கமலேக்ஷண கமலாசனகித ಗರುಡ ಗಮನ ಶ್ರೀ കമലനാഭനെ പദകമലമേ ശരണം. അഭിരാം ജയചന്ദ്രൻ നല്ലൊരു വോക്കലിസ്റ്റാണ്, നല്ലൊരു വയലിനിസ്റ്റാണ്, അസാധ്യ ഡാൻസറുമാണ്. ഇന്ന് വിഷു. എനിക്ക് ഇപ്രാവശ്യം കണി വയ്ക്കാനുള്ള ഒരു സാധനവും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഇതൊന്നും മേടിക്കാൻ ഞാൻ പുറത്തു പോയില്ല. തലേദിവസം ഡാൻസൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുൻവശത്തുള്ള ഒരു ചെടിയുണ്ടല്ലോ, അവിടുത്തെ മഞ്ഞ പൂക്കളാണ് ഇപ്രാവശ്യം ഭഗവാന് കണിക്കൊന്നയ്ക്ക് പകരം പൂക്കളായിട്ട് സമർപ്പിച്ചത്. പുതിയ സദ്യ കൊടുത്തിട്ടില്ല, കൊടുക്കുമ്പോ കാണിച്ചു. ഇന്നത്തെ കുക്കിംഗ് ഞാൻ നേരത്തെ തീർത്തു. ചോറ് വെച്ചു, തേങ്ങ അരച്ച കുഴമ്പ് വെച്ചു, ഒരു മെഴുക്ക് വരട്ടി, വെണ്ടയ്ക്ക ഫ്രൈ അതുണ്ടാക്കി, പിന്നെ ഈ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒരു പൊരിയൽ, ഇത്രയുണ്ടാക്കി. ഇനി ഒരു പായസം വെക്കാൻ പോവാണ്. ഗ്യാസ് കത്തിച്ചു, കടായി വെച്ചു, നന്നാവണേന്ന് ആത്മാർത്ഥമായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചു. ഇനി വരിക്ക ചക്ക ഉണ്ടല്ലോ അത് ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് പായസത്തിന് എടുക്കാൻ പോകുന്നത്. അത് ഈ കടായിലോട്ട് ഇട്ട് കുറച്ച് നെയ്യും കൂടെ ഇട്ട് ആദ്യം വഴറ്റണം. കമലഗീത കമലപ്രിയ കമലാസനഗീത ഗരുഡ കമല ശ്രീ കമലാസനഗീത ഗരുഡ ഗമന ശ്രീ കമലനാഭനെ. നല്ലപോലെ വഴറ്റിയ ശേഷം അതിലേക്ക് ശർക്കര ആഡ് ചെയ്യണം. ഞാനാണെങ്കിൽ ഈ ഓർഗാനിക് ശർക്കര പൊടി കിട്ടും, അതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ശർക്കര നല്ല പോലെ അതെല്ലാം മിക്സ് ആവുന്ന വരെ വരട്ടി ഒരല്പം നെയ്യും കൂടെ ഇട്ട് ഒന്നും കൂടെ വരട്ടുകയാണ്. കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇതിങ്ങനെ ആ പാത്രത്തിൽ ഒട്ടാതെ അലുവ പോലെ ഇങ്ങനെ ഇളകി വരും. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, നമ്മളിതിൽ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. ഈ വരട്ടി വെച്ചിരിക്കുന്ന മിക്സറിലോട്ട് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. അതും 2ാം പാലാണ് ആദ്യം ചേർക്കേണ്ടത്. 2ാം പാല് ചേർത്ത് നല്ല പോലെ ഇതിനെ എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് കലക്കിയെടുക്കണം. ഗ്യാസ് ലോ ഫ്ലെയിമിലായിരിക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചത് കൊണ്ട് വലിയ തീ വെച്ചാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ.
നല്ലപോലെ മിക്സായ ശേഷം നമുക്ക് ഗ്യാസ് അണച്ചേക്കാം. ഇനി ഇതിൽ ചേർക്കേണ്ടത് 1 പാലാണ്. തേങ്ങാപ്പാലിൻ്റെ 1 പാല് ഇനി ചേർക്കാം. ഗ്യാസ് അണച്ചിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർക്കുകയാണ്. ചക്കപ്രഥമൻ റെഡി. സൗഭാഗ്യയ്ക്ക് കൊടുക്കാനായിട്ട് എല്ലാം പാക്ക് ചെയ്തും വെച്ചു ഞാൻ. എനിക്ക് വൈകിട്ട് 4 മണിക്ക് ഒരു ഫംഗ്ഷന് പോകണം. കാരയ്ക്ക മണ്ഡപത്തിൽ നടുവൊത്ത ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം, അവിടെ ഒരു ചടങ്ങിൽ വിളക്ക് കൊളുത്താനായിട്ടാണ് പോകുന്നത്. വിഷു ആയതുകൊണ്ട് പുതിയ സാരിയൊക്കെ കൊടുത്താണ് ഞാൻ പോകുന്നത്. ഈ സാരി നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് മേടിച്ചിട്ടൊരു 1.5 വർഷമൊക്കെ ആയി. അമ്മയുള്ളപ്പോൾ മേടിച്ചതാണ് ഞാനിത്. ഈ ഷൂട്ടിങ്ങുള്ള സമയത്ത് കുറേ സാരീസ് ആവശ്യമുണ്ടല്ലോ, അങ്ങനെ പോയി മേടിച്ചതാണ്. സാരിയൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ വർക്ക് തീർന്നു പോയി. അപ്പോൾ ഞാൻ ആ സാരി ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണെടുത്താണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ക്ഷേത്രം. അവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ, അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ആ ചടങ്ങിൽ പങ്കെടുത്ത് ഞാൻ തിരിച്ചു എത്തി. ഒത്തിരി വൈകിയാണ് സൗഭാഗ്യ കൈനീട്ടം മേടിക്കാൻ എൻ്റെ അടുത്തേക്ക് വന്നത്. കുഞ്ഞിനെ കൂടെ കൊണ്ടുവരാത്തതിൽ എനിക്കൊരു വിഷമം തോന്നി. അപ്പോൾ സൗഭാഗ്യ വിളിച്ചു പറഞ്ഞ് 2ാമത് കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് അരുണും മനുവും അനുവും വിദ്യ എല്ലാവരും കൂടി കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് വന്നു. ആക്ച്വലി എഡിറ്റ് ചെയ്തപ്പോഴാണ് എൻ്റെ തലമുടിയുടെ ഒരു ചെറിയ ഭാഗത്ത് നര ഇങ്ങനെ വ്യക്തമായിട്ട് കാണാം. അത് കുറച്ചൊരു ഭംഗി കുറവായിട്ട് എനിക്ക് തോന്നി. മൊത്തത്തിൽ വെളുത്തിരുന്നാൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അത് മറയ്ക്കാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ട് എഡിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്കൊരു മോശമായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ തോന്നുന്ന ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു കേട്ടോ. ഞാൻ എൻ്റെ പുറകുവശത്ത് അത്രയും വെളുത്തിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. മുന്നിലൊക്കെ ഡൈ അടിച്ച് നമ്മൾ നടക്കുമല്ലോ, ബാക്കിൽ ഒരിത്തിരി ഇങ്ങനെ വെളുത്തിരിക്കുന്നത് ഞാൻ കണ്ടില്ല. സോറി. മഞ്ഞ സീറ്റില്ല കശവ് ആ ശബ്ദ ചേച്ചിയുടെ ബാപ്പിയാണോ അത്? ചേച്ചിയുടെ ബാപ്പിയാണോ അത്? അയ്യോ, ചേച്ചി ബാപ്പിയാണോ അത്? അമ്മ ഹാപ്പി വിഷു പറഞ്ഞ കൃഷ്ണൻ എങ്ങനെ പറഞ്ഞ കണ്ണ കൃഷ്ണ പത്തിയ വീഡിയോ ഹാപ്പി വിഷു. വല്യമ്മ കൊച്ചേച്ചി അച്ഛിക്കു അശോകമ്മ ചേട്ടാ എല്ലാരും എടുത്ത് ഹാപ്പി വിഷു. കോടി കണ്ടിട്ടുണ്ട്. വിദ്യ ഹാപ്പി വിഷു. വലിയ സന്തോഷം. നല്ല സന്തോഷം. ഈ ഉടനെ കല്യാണം. ഹാപ്പി വിഷു. Okay, happy Vishu. Ayyo. Happy Vishu. Ayyo.
ഇപ്പൊ ചുമ്മാ സ്വീറ്റ് വെച്ചേക്കുന്ന എല്ലാ സ്വീറ്റ് മോള് അവൻ മറ്റേ ഷാർജ ദായിക്കുന്നത് ഷാർജ ദായിക്കണേ ഹാപ്പി വിഷു ഹാപ്പി വിഷു മോളെ വാ ചക്കര കുക്കുവാ വിഷു എന്റെ ഏറ്റവും വലിയ പ്രശ്നം ഹാപ്പി വിഷു ഹാപ്പി വിഷു അരുളിനെ ഫ്രെയിമിൽ കിട്ടുന്നില്ല കഴുത്ത് മാത്രമേ ഇതെങ്ങനെ നിന്നെ കൊണ്ടൊന്നും ആശമയ്ക്കുള്ള ഇങ്ങനെ വന്നു ഉറങ്ങണ തീരുന്നില്ലല്ലോ. ഇതിപ്പോ ഗ്യാപ്പില്ല, ഒരാൾ എടുക്കുമ്പോ അവിടെ ഒരു ഗ്യാപ്പ് വരും, അപ്പൊ എടുക്കാൻ എളുപ്പമുണ്ടെന്ന്. ചുമ്മാ കിടക്കണില്ല ഇങ്ങനെ ആലസ്യത്തിന് കിടക്കും. ഒരു സ്വീറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു സ്വീറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്കിത്രയും പറഞ്ഞതുപോലെ ചുമ്മാ സാധനം ഇരിപ്പുണ്ട് ചേട്ടാ. ആ കഴിച്ചതിന്റെ ടേസ്റ്റ് മനസ്സിലായില്ല, ഒന്നുകൂടെ വ്യക്തമാക്കണം. അടിപൊളി ടേസ്റ്റ് ചക്കര അടിപൊളി ചക്കയിൽ ഓ, അടാറ് ടേസ്റ്റ് എന്നാണ് അടിപൊളി ചക്ക ചക്ക പായസം കൊള്ളൂല കേട്ടോ, അതിൽ ചക്ക ചക്ക കഴിക്കണം. ചക്ക
ഞാനാണ് നിന്റെ മോള്. നല്ല ഉണ്ട്. പായസം വേണം. ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റാണ്. അശോകനെ എടുത്തില്ല. പൊളി പൊളി ചക്കപ്പായസം. പുളിയോ? ഇവിടെ ചക്കപ്പായസം ചക്കപ്പാടത്തിലെ ശിവനെ കാണിക്കട്ടെ. ചക്കപ്പായസം സൂപ്പർ. അതെന്താ അങ്ങനെ ഒരു സൂപ്പർ എത്ര നീട്ടുണ്ടല്ലോ. അച്ഛൻ പറഞ്ഞില്ല. അച്ഛൻ കുടിച്ചാലേ പറയും. 2-3 പ്രാവശ്യം. ഇത് റിവ്യൂവിന് വേണ്ടിയുള്ള 4ാമത്തെ പ്രാവശ്യം. അപ്പൊ എങ്ങനെയാ ചക്കപ്പായസം? അതിനുശേഷം എല്ലാവരും കൂടി ചേർന്ന് ശംഖുമുഖം ബീച്ചിൻ്റെ അവിടേക്ക് പോയി. ആ ബീച്ചിൻ്റെ അടുത്തായിട്ട് അർജുൻ്റെ ഒരു ഫ്രണ്ട് ഒരു പുതിയ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ടെഡ്സ് എന്നാണ് പേര്. ഉഗ്ര ഫുഡായിരുന്നു. അത് കഴിച്ചിട്ട് ഞങ്ങൾ കുറേ നേരം ബീച്ചിലൊക്കെ പോയി ആ കടലൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് സൗഭാഗ്യ കുറച്ച് പാട്ടൊക്കെ പാടി അതെല്ലാം ആസ്വദിച്ചു. സൗഭാഗ്യ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടേ എനിക്ക് അവളെ പാടണം, അത് കേൾക്കണം എന്നൊക്കെ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. അപ്പോൾ അവളെ പാടിക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കുറേ ഫോഴ്സ് ചെയ്താലേ അവൾ പാടുകയുള്ളൂ. അങ്ങനെ അവൾ പാടി, അർജുനും കൂടെ പാടി. അവളുടെ പാട്ട് കേട്ടിട്ട് നമ്മുടെ സൂപ്പർ സ്റ്റാർ സുദർശന കുറേ ഡാൻസൊക്കെ കളിച്ചു. അത് കണ്ട് കുറേ പേര് അവിടെ ഇങ്ങനെ ഓഡിയൻസ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ സന്തോഷത്തിൽ ഇങ്ങനെ പങ്കുചേർന്നു. എനിക്ക് തോന്നുന്നു ഈ വിഷു അതിഗംഭീരമായത് എൻ്റെ കൊച്ചുമോൾ സുദർശന വന്നപ്പോഴാണ്. സുദർശന വന്നപ്പോൾ കൂടെ ഒരുപാട് സന്തോഷവും സ്നേഹവും ആൾക്കാരും എല്ലാവരും വന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഉറപ്പായിട്ട് കാണണം കേട്ടോ. Lots and lots of love. God bless you all. താനും